ഞാൻ 2 പ്രാവശ്യത്തെ സിനിമ കണ്ടു. ധ്യാൻ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞ ഒരു സദസ്സിൽ വളരെ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യം. ഇതൊരു പണ്ടാറടങ്ങിയ സാധനമാണ്. 35 പടക്കാണ് ഒരു വർഷത്തിൽ അഭിനയിക്കുന്നത്. ധ്യാനില്ലാതെ ഞങ്ങൾക്ക് ഒരാഘോഷങ്ങളുമില്ല. എന്നുവെച്ചാൽ ധ്യാൻ ഒരു സത്യം പറഞ്ഞ ഒരു ഓൺലൈൻ താരമാണ്. സാധാരണ എൻ്റെ ഒന്നും ഒരു സിനിമകളും ധ്യാൻ കാണാറില്ല. അപ്പോൾ ഈ സിനിമ ധ്യാൻ കണ്ടിട്ടാണ് എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞ ഒരു സദസ്സിൽ വളരെ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യം. എടാ ഞാൻ സേഫ് ആയതല്ലേ, ഞാൻ വല്ലതും സംസാരിച്ചിട്ടാണ് നീ കയറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്റെ അവസ്ഥ. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ നായകനാവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഇവൻ ആ സമയത്ത് ഞാനിത് എവിടെ പറഞ്ഞു തോന്നുന്നു. സാറിന് ഒരു എല്ലാവരും സിനിമയിലുള്ളതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്, മീഡിയയിലും എല്ലാ സോഴ്സുകളിലും അറിയാവുന്ന കാര്യമാണ്. ഒരു സിനിമയിൽ ഏറ്റവും അധികം ട്രാഷ് ചെയ്യപ്പെടുകയും ഹരാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാർ എന്ന് പറയുന്നത്. എല്ലാവരും എടുത്തിട്ട് ഒടുക്കുന്ന ആൾക്കാരാണ്. എന്തിനാണെന്ന് അറിഞ്ഞു. സംവിധായകനാവട്ടെ, പ്രൊഡ്യൂസർ സൈഡിൽ നിന്നാവട്ടെ, ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ, എല്ലാം എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരും ഉള്ള എന്താണ് എന്നോട് ഒരു സിമ്പതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ, ഇതിലെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് ഇരിക്കുന്നത്. ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവന് നായകനാവണ്ട, അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയാൽ മതി. കാരണം ഇവൻ അന്ന് അവിടെ നിന്റെ ഭാഷ തന്നെ കടം എടുത്ത് പറയാൻ അപരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. ഞാൻ വന്ന ശേഷം മാത്രമേ ഇവൻ വരൂ. തലേദിവസം ക്ഷീണം ഒരു കാര്യം. പിന്നെ ഇവനാ എനിക്ക് ഓർമ്മ വേങ്ങേരിയോ അവിടെ എവിടെയാണ് നമ്മള് ഇവനപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ കാറിടും എന്റെ പ്രൊഡക്ഷൻ വണ്ടി. എന്നിട്ട് ഇവിടുന്ന് വിളിച്ചു ചോദിക്കും മറ്റോ വന്നാ അപ്പൊ അവിടുന്ന് ആ വന്നെന്ന് പറഞ്ഞാൽ വരും. എന്നിട്ട് വന്നിട്ട് അവനോടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി. ഇപ്പൊ അറിയാം, ഇവന്റെ വിളിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉച്ചവരെയൊക്കെ ഇവൻ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന ചില ഇതുണ്ട്. നമുക്ക് അന്നേ അറിയാം ഇതിവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല. ഇവൻ പടർന്ന് പന്തലിച്ച് ഇപ്പൊ എന്താണെന്ന് ഹോട്ട് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം. കാരണം ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ല. പക്ഷെ എന്തൊക്കെയായാലും അടുത്ത് എനിക്കിട്ട് പണി തരുമെന്നുള്ളതുകൊണ്ടും അതല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ഞാൻ. ഒരു ആക്ടർ എന്നതിനുപരി ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അത് ചില്ലറ കാര്യമൊന്നുമല്ല, എളുപ്പമല്ല അത് ഉണ്ടാക്കുന്നത്. അതാണ് സ്റ്റാർഡം എന്ന് പറയുന്നത്. ഞാൻ്റെ സ്റ്റാർഡം ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഓൺ സ്ക്രീൻ അവൻ കുറച്ചുകൂടി മൂത്ത് അവനത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും. വന്നതൊന്നുമില്ല, പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനിലുണ്ട്. ഇതൊരു പണ്ടാറടങ്ങിയ സാധനമാണ്. എന്താണെന്നുള്ളത് നമുക്കും അറിയില്ല. എല്ലാ പടങ്ങളിലും 35 പടക്കാണ് ഒരു വർഷത്തിൽ അഭിനയിക്കുന്നത്. എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 10-12 അവിടെയൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഹിസ് പ്രസൻസ് ഈസ് എ വെരി വെരി പോസിറ്റീവ്. ഞാൻ ഇവരെ കൊച്ചുനാൾ തൊട്ട് കാണുന്നതാണ്. വീട്ടിൽ വന്നിരുന്നിട്ട് കഞ്ഞി കുടിച്ചുകൊണ്ടിട്ട് ഇവിടെ മുമ്പിൽ ഇരുന്നിരുന്ന ഒരു ധ്യാനം എനിക്കറിയാം മദ്രാസിൽ. അത് കഴിഞ്ഞിട്ട് ഇന്നും ആ അങ്കിൾ വിളി മാറ്റാത്തൊരുത്തരാണ്. ബട്ട് ദെൻ വെൻ ഐ സീ സോഷ്യൽ മീഡിയയിലൊക്കെ ധ്യാൻ്റെ ആ ഒരു പ്രസൻസ് ദാറ്റ് മേക്സ് ലോട്ട് ഓഫ് ലാഫ്റ്റർ ഇൻ യുവർ മൈൻഡിൽ നമുക്ക് പെട്ടെന്ന് അതിന് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. എനിവേ, നീ ഇപ്പം നേരത്തെ അനുഭവം പറഞ്ഞ പോലെ തന്നെ എപ്പോ എന്നുള്ളത് യു വിൽ ഗെറ്റ് ദാറ്റ് സ്റ്റാർട്ട്. അതിനെല്ലാവരും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ യു ഗോട്ട് എ ഗുഡ് ഹാർട്ട്, സോ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ആ വെയിറ്റിംഗ് അധികം എനിക്ക് അത് ഉറപ്പുണ്ട്.
നമ്മുടെ താരമാണ്. ധ്യാനില്ലാതെ ഞങ്ങൾക്ക് ഒരാഘോഷങ്ങളുമില്ല. ഞാൻ വീണ്ടും വീണ്ടും വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈസിയായിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്ത് കിട്ടും. സത്യത്തിൽ അതാണ്. എന്നുവെച്ചാൽ ഞാൻ സത്യം പറഞ്ഞ ഒരു ഓൺലൈൻ താരമാണ്. എനിക്ക് തോന്നുന്നു ബിഗ് സ്ക്രീനിലേക്കാൾ കൂടുതൽ ധ്യാനിനെ നിങ്ങൾ ബാക്കി പ്രേക്ഷകർ ഔട്ട്സൈഡ് ദ ബിഗ് സ്ക്രീൻ ഒരു താരമായിട്ട് തന്നെ ധ്യാനിൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്താനങ്ങൾ, ഹ്യൂമർ സെൻസുകൾ ആസ്വദിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതൊരു വലിയ കാര്യമാണ്. ഇപ്പം എല്ലാവർക്കും കിട്ടത്തില്ല അങ്ങനെ ഒരു ഭാഗ്യം. ഇപ്പം ബാക്കിയുള്ളവരൊക്കെ ഇരുന്നിട്ട് ഓൺലൈനിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പം അത് പാളിപ്പോയി അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകാറുണ്ട്. പിന്നെ അവർ കുറേ നാളത്തേക്ക് ഓൺലൈനിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട്. പക്ഷെ ധ്യാൻ അങ്ങനെയല്ല. ധ്യാനിനെ നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസിൻ്റെ ഫലമാണ്. സിനിമ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ധ്യാൻ തീർച്ചയായും അവിടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എബ്രാജന്റെ അല്ലെങ്കിൽ ഷീലു എബ്രാഹിമിന്റെ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. ഈ ഇന്റർവ്യൂവിലെല്ലാം വരുമ്പം ധ്യാൻ സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്. സാധാരണ എൻ്റെ ഒന്നും ഒരു സിനിമകളും ധ്യാൻ കാണാറില്ല. അപ്പോൾ ഈ സിനിമ ധ്യാൻ കണ്ടിട്ടാണ് ഇതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം. ധ്യാൻ 2 പ്രാവശ്യത്തെ സിനിമ കണ്ടു. സാധാരണ ധ്യാൻ അപ്പൊ എന്തായാലും ഈ പടത്തില് മനോജ് പാലോടാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. നമ്മളെ സജി സുരേന്ദ്രന്റെ അസോസിയേറ്റ് ആയിരുന്നു. ഒരുപാട് കാലം കൊണ്ട് അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഇതിനകത്തൊരു നല്ലൊരു വേഷം എനിക്ക് തന്നു, അനുപേട്ടന്റെ സുഹൃത്തായിട്ട് തന്നെ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ധ്യാനായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അവൻ അവിടെ നശിപ്പിച്ചവൻ, ഞാൻ അവനോട് കൂടിയിട്ടില്ല. ഇപ്പൊ എന്റെ ചെറിയൊരു ഫാമിലി ഇഷ്യൂസ് ഒക്കെ അവൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താ അല്ല, ഞാൻ അത് പറഞ്ഞില്ലല്ലോ. കണ്ടിട്ടുള്ളവര് അങ്ങനെയൊന്നുമില്ല. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും രവീന്ദ്ര എവിടെ എന്ന സിനിമ. കാരണം ഇപ്പോ ഹരിഹരൻ സാറ്, ശങ്കർ മഹാൻ സാറ് ഇതൊക്കെ പാടിയ സിനിമയാണ്. നല്ലൊരു മൂവി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അവര് ഇത്രയൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. അനുപേട്ടൻ്റെ കൂടെ കുറേ സിനിമകളിൽ ഭാഗമാവാൻ പറ്റി. അനുപേട്ടൻ ഇപ്പോൾ നായകനായ പടത്തിൽ കൂടെ ചെയ്യാൻ പറ്റി. അനുപേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത പടത്തിൽ വരാലെന്ന് പറയുന്ന പടത്തിലും എന്നെ ഭാഗമാക്കി. ഇനിയിപ്പോൾ അനുപേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടമുണ്ട് ലാലേട്ടൻ വെച്ച്, അതിലും ഭാഗമാക്കും എന്ന് വിചാരിക്കുന്നു. ആക്കില്ലേ? ആക്കരുത്, ആക്കണേ.